കൂട്ടുകാരെ, അപ്പൊ നമ്മൾ ഇന്ന് +1 ഹിന്ദി രണ്ടാമത്തെ ചാപ്റ്റർ ജാൻവി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ജാൻവി എന്ന് പറയുന്നത് ഒരു കഥയാണ്, കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആരാ എഴുതിയത്? ലത അഗർവാൾ. അപ്പൊ ആരാ എഴുതിയ ഓത്തർ പഠിക്കണം, പിന്നെ എന്താണെന്ന് പഠിക്കണം. കഹാനിയാണ്. ഓക്കെ, കഹാനി എന്ന് വെച്ചാൽ കഥ. ലത അഗർവാൾ എഴുതിയതാണ്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾക്ക് പരീക്ഷയ്ക്ക് ഈ കഥയിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് തരും, എന്നിട്ട് അതുമായി ബന്ധപ്പെടുത്തിയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോ സെന്റൻസിന്റെയും വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതുകൂടാതെ ഒരു അറിയിപ്പുള്ളത്, ട്രിവാൻഡ്രം ജില്ലയിലെ കാട്ടാക്കടയിലെ ചെമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഒരു ചെറിയ സ്ഥാപനം ബ്രില്യൻസ് അക്കാഡമി എന്ന പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചുറ്റുവട്ടത്തുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ അക്കാഡമിയിൽ വന്ന് ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അഡ്മിഷൻ ഫീസൊക്കെ ഫ്രീ ആണ്. ഒരു അഡ്മിഷൻ ഫീസും വാങ്ങിക്കാതെയാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിന്റെ പേര് ജാൻവി എന്നാണ്. ഇനി നമുക്ക് നോക്കാം. യാത്രികൻ കൃപയാ ധ്യാൻ ദേൻ, ഭോപ്പാൽ ജംഗ്ഷൻ से वाराणसी को जाने वाली ट्रेन कुछ ही समय में प्लेटफॉर्म नंबर 1 पर आ रहा है. അപ്പൊ ഇത് നിങ്ങൾ എവിടെ കേട്ടിട്ടുണ്ടോ? യാത്രിയും കൃപയാ ധ്യാൻ ദേം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കേൾക്കുന്നതാണ്. അപ്പോൾ ഒരു അറിയിപ്പാണ്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ കേൾക്കുന്ന ഒരു അനൗൺസ്മെന്റ് ആണ് ഇത് കേൾക്കുന്നത്. എന്താണ്? യാത്രികൻ കൃപയാ ധ്യാൻ ദേം എന്ന് വെച്ചാൽ യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഭോപ്പാൽ ജംഗ്ഷനിൽ നിന്നും വാരണാസി കോ ജാനെ വാലി, വാരണാസിയിലോട്ട് പോകുന്ന ട്രെയിൻ കുച്ച് ഹി സമയമേ, കുറച്ച് സമയത്തിനുള്ളിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 पर आ रही है, പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്നതാണ് എന്നാണ് അവിടെ ഒരു അനൗൺസ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അനൗൺസ്മെന്റോടെയാണ് തുടങ്ങുന്നത്. അനൗൺസ്മെന്റ് ഹോനെ കെ ബാദ് യാത്രിയോ മേം ആബാദാബി മച്ച് ഗയി. അപ്പൊ എന്താ? അനൗൺസ്മെന്റ് ഹോനെ കെ ബാദ്, അപ്പൊ അനൗൺസ്മെന്റ് കേട്ടതിന് കെ ബാദ് ശേഷം എന്താ? യാത്രിയോമേ, യാത്രക്കാരില് ആബാദാബി മച്ച് ഗയി എന്ന് വെച്ചാൽ തിക്കും തിരക്കൊക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ വരും എന്ന് പറയുന്നത് നമുക്കറിയാം. വണ്ടി ഇപ്പൊ ട്രെയിൻ ഇപ്പൊ വരും, അപ്പോ എല്ലാരും തിടുക്കം കൂട്ടും. അതിന്റെ ഒരു തിക്കും തിരക്കുമായി അവിടെ. 5 मिनट में ही दड़दड़ाती हुई ट्रेन अपनी रफ्तार से प्लेटफॉर्म पर आकर लगी. അപ്പോൾ 5 മിനിറ്റിനുള്ളിൽ തന്നെ ദടദടാത്തി ഹുയി ട്രെയിൻ എന്ന് വെച്ചാൽ ഈ ശബ്ദം, ട്രെയിനിന്റെ ശബ്ദം അറിയില്ലോ. അപ്പോൾ ആ ശബ്ദത്തോടെ ട്രെയിൻ അപ്പം ഈ രഫ്താർ സേ പ്ലാറ്റ്ഫോം പർ, അപ്പോൾ ഇവരിൽ നിന്ന് ആ പ്ലാറ്റ്ഫോമിൽ വന്ന് ആക്കറിലേക്ക് വന്ന് നിന്നു. ഓക്കെ, മേ അപ്നാ സാമാൻ സഹേജ് ട്രെയിൻ കെ അന്തർ ഹോലി, ജൈസെ ഹി അപ്നി സീറ്റ് കെ പാസ് പहुंची देखा एक बुजुर्ग सज्जन खिड़की के पास पहले से ही बैठे हुए हैं. അപ്പൊ എന്താണ്? മേ അപ്നാ സാമാൻ, ഞാൻ അപ്പനാ സാമാൻ, അതായത് എൻ്റെ സാധനങ്ങളൊക്കെ, നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ അവരുടെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അപ്പോൾ ആ സാധനങ്ങളൊക്കെ സഹേജ് ട്രെയിൻ കെ അന്തർ ഹോലി, അപ്പോൾ ആ സാധനങ്ങളൊക്കെ ആയിട്ട് എന്താണ് ട്രെയിനിന് ഉള്ളിൽ കയറിപ്പോയി. ജൈസെ ഹി അപ്നി സീറ്റ് കെ പാസ് പഹുഞ്ചി, എങ്ങനെയോ എന്താണ് അവളുടെ സീറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ സീറ്റ് കാണത്തില്ലേ, അപ്പോൾ ആ സീറ്റ് ബുക്ക് ചെയ്ത് ആ സീറ്റിൽ എത്തി. ദേഖാ കണ്ടു, ഏക്ക് ബുസുർഗ് സജ്ജൻ. അപ്പോ അവിടെ എന്താ കണ്ടത്? ബുസുർഗ് സജ്ജൻ എന്ന് വെച്ചാൽ ഒരു വയോധികനായ വൃദ്ധൻ. ഓക്കെ, വയസ്സ് ചെന്ന ഒരാള്. ഖിഡ്കി കെ പാസ് എന്ന് വെച്ചാൽ ജനലിന്റെ അടുത്ത്, അതായത് നമ്മുടെ സൈഡ് സീറ്റിൽ അതിന്റെ അടുത്ത് പഹലേ സേഹി, ആദ്യം തന്നെ ബൈട്ടേ ഹുയേ ഹെ, ഇരിക്കുകയാണ്. അപ്പൊ അവള് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് അവളുടെ സീറ്റിൽ വേറൊരു വൃദ്ധൻ കയറി ഇരിക്കുവാണ്. ഓക്കെ, എക്സ്ക്യൂസ് മീ, ഈ ഖിഡ്കി കെ പാസ് വാലി സീറ്റ് മേരി ഹെ. അപ്പൊ പറയുവാണ്, അവള് തന്നെ പറയാം, അതായത് കഥാകാരി ലത അഗർവാൾ പറയാണ്, എക്സ്ക്യൂസ് മീ, ക്ഷമിക്കണം, എന്താ? എന്നിട്ട് പറയാണ്, ഏ ഖിഡ്കി കെ പാസ് വാലി സീറ്റ്, ഈ ജനാലയ്ക്ക് അടുത്തുള്ള സീറ്റ് മേരി ഹേ, എന്റെയാണ് എന്ന് പറഞ്ഞു. ബുजुर्ग तो लगता है किसी गहरे चिंतन में खोए थे, मेरा इतना कहते ही जैसे चौंक पड़े और अपराध भाव से सहमते हुए छट खड़े हो बोले, माफी चाहता हूँ. ओके, അപ്പൊ എന്താ? ബുസുർഗ് തോ ലഗ്താ ഹേ കിസി ഗഹരെ ചിന്തൻ മേ ഖോയത്തെ. അപ്പോൾ ആ ഒരു വൃദ്ധനെ നമുക്ക് കണ്ടപ്പോൾ തോന്നി ഏതോ ഒരു അഗാധമായ ചിന്തയിൽ മുഴുകിയിരിക്കും. ചിന്തന്മേ ഖോയത്തെ, അപ്പോൾ ചിന്തയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നതായിട്ടാണ് അവൾ കണ്ടത്. മേരാ ഇത്നാ കഹ്തേഹി, ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ജൈസെ ചൗങ്ക് പടേ, അദ്ദേഹം എന്തുവാണ്? ടെൻഷനായി. എന്താ? ചൗങ്ക് പട ഞെട്ടിപ്പോവുകയും
പിന്നെന്താ അപരാധ ഭാവസ് എന്തോ വലിയ തെറ്റ് ചെയ്ത ഭാവത്തിൽ സഹംതേ ഹുയെ ചട് ഖടേ ഹോ പോലെ, എന്നിട്ട് അയ്യോ ഞാൻ എന്തോ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞ ഒരു ഭാവത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ക്ഷമിക്കണം എന്ന് പറഞ്ഞു. മാഫി ചാഹത്താ ഹൂം, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ. വേ സീറ്റ് കെ ദൂസരെ ചോർമേം ഏകദം കിനാരെ പർ ജാ ബൈഠെ. വേ അദ്ദേഹം സീറ്റ് കെ ദൂസരെ ചോർമേം എന്ന് സീറ്റിന്റെ മറുഭാഗത്ത് ഏകദം കിനാരെ പർ, എന്നിട്ട് ഒരു മൂലയ്ക്ക് അദ്ദേഹം ഒരറ്റത്ത് അദ്ദേഹം പർ ജാ ബൈഠെ, അദ്ദേഹം പോയി ഇരുന്നു. ട്രെയിൻ ധീരെ ധീരെ റെങ്നെ ലഗി. അപ്പോൾ എന്താണ്, ട്രെയിൻ പതുക്കെ ഇങ്ങനെ എന്താണ് ചലിക്കാൻ തുടങ്ങി. മേരെ ടീക് സാമനെ വാലി സീറ്റ് പർ ഏക് യുവതി ആക്കർ ബൈഠി തീ. അപ്പോൾ എന്താണ് മേരെ ടീക് സാമനെ വാലി സീറ്റ് പർ എന്ന് വെച്ചാൽ, അതായത് അവളുടെ തൊട്ട് മുമ്പിലത്തുള്ള ഒരു സീറ്റില് ഒരു യുവതി ആക്കർ വന്നിട്ട് ബൈഠീത്തി ഇരുന്നു. മൻകോ തസല്ലി ഹുയി. അപ്പോൾ മനസ്സിൽ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, നമുക്ക് അറിയാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഒരാളെങ്കിൽ ഉണ്ടല്ലോ എന്നുള്ള അങ്ങനെ ഒരു സന്തോഷം വന്നു. കോയി നഹിൻ തോ കം സേ കം യഹ് തോ ഹേ ബത്തിയാനേക്കോ. അപ്പോൾ എന്താ വിചാരിച്ചത് അവള്, വേറെ ആരും ഇല്ലെങ്കിലും സംസാരിക്കാൻ ചുരുങ്ങിയത് ഇവളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ. ഓക്കെ, വേറെ ആരും ഇല്ലെങ്കിലും ഇവളുണ്ടല്ലോ സംസാരിക്കാൻ എന്നുള്ളൊരു ചിന്തയിൽ അവളൊന്ന് ആശ്വസിച്ചു. ഇനി അടുത്ത പേജില് മേരി നസർ ബാർ ബാർ യുവതി കോ ഓർ ഉठ जाती इस उम्मीद से कि अभी बातों का सिलसिला आरंभ हो मगर वह तो कान में ब्लूटूथ की पिन घुसाए ऐसे बैठी थी. അപ്പോൾ മേരി നസർ എന്ന് വെച്ചാൽ എൻ്റെ നോട്ടം ബാർ ബാർ ഇടയ്ക്കിടയ്ക്ക് യുവതിക്കോ ഓർ ഉടിച്ചാത്തി. അപ്പോൾ അവളിങ്ങനെ നോക്കുമോ, നമുക്കിപ്പോൾ ഒരാളിരിക്കുമ്പോൾ ഒന്ന് ചിരിക്കണം ഒന്ന് മിണ്ടണം എന്നുള്ളൊരു ഭാവത്തിൽ ഇവള് പതുക്കെ ആ കുട്ടീനെ നോക്കുമായിരുന്നു. ഇസ് ഉമ്മീദ് സേക്കി അഭി ബാത്തേങ്കോ സിൽസില ആരംഭോ. അപ്പോൾ എന്തുവാ ഇപ്പം ഇവളുമായിട്ട് സംസാരിച്ച് തുടങ്ങാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവൾ അങ്ങനെ ഇരിക്കുകയാണ്. മഗർ വഹത്തോ കാൻമേ ബ്ലൂടൂത്ത് കി പിൻ ഹുസായെ ഏസെ ബൈഠെത്തി. അപ്പോൾ പക്ഷെ അവളുണ്ടല്ലോ, അവൾ സംസാരിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലാത്ത അവളെന്ന് വെച്ചാൽ വന്നിരുന്നിട്ട് ബ്ലൂടൂത്ത് കി പിൻ, അതായത് അവൾ കാൻമേന്ന് വെച്ചാൽ ചെവിയിൽ ബ്ലൂടൂത്തൊക്കെ വെച്ച് അവൾ പാട്ടൊക്കെ കേട്ട് അവിടെ അങ്ങനെ ഇരിക്കുമായിരുന്നു. കി കോയി ഹി നഹി ഉസ്കെ ആസ്പാസ്. അവളെങ്ങനെ ഇരിക്കുന്നത്, അവളുടെ അടുത്ത് ആരും ഇല്ല എന്നുള്ള മട്ടിൽ അവളിങ്ങനെ ബ്ലൂടൂത്തൊക്കെ വെച്ച് പാട്ട് കേട്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. മൻ ഉദാസ് ഹോ ഗയ. അപ്പോൾ എന്താണ്, മനസ്സിവക്ക് ഭയങ്കര സങ്കടമായി. ഉസ്കെ ഈസ് രവേസെ എന്ന് വെച്ചാൽ അവളുടെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ അവൾക്ക് എന്ത് ചെയ്തു, ഭയങ്കര വിഷമമായി. ബുസുർഗ് സച്ചൻ തോ ജൈസെ അപ്നെ മേ ഹി ഖോയാത്ത. അപ്പോൾ എന്താണ്, ആ വൃദ്ധനായ മനുഷ്യൻ്റെ അടുത്ത് സംസാരിക്കാന്ന് വെച്ചപ്പോൾ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്തയിൽ അങ്ങ് മുഴുകിയിരിക്കുകയാണ്. ഫിർ അകേല ആദ്മി ബൈട്ടാ ക്യാ കരേ. പിന്നെ ഈ ഒറ്റയ്ക്കിരിക്കുന്ന ഒരാൾ ഇരുന്നിരുന്ന് എന്ത് ചെയ്യും. അപ്പോൾ അവള് ചിന്തിക്കുവാണ് മനസ്സിൽ. ഓക്കെ. കോയി ചാരാന പാക്കർ മേ ഉസ് യുവതിക്ക് വ്യക്തിത്വ കാ പോസ്റ്റ്മോർട്ടം കർണയിലേക്ക്. അപ്പോൾ എന്താണ്, കോയി ചാരാന പാക്കർ. അപ്പോൾ അവക്കിനി ആരും സംസാരിക്കാനൊന്നുമില്ല. അങ്ങനെ മെയ് ഞാൻ ഉസ് യുവതിക്ക്, അപ്പോൾ ആ പെൺകുട്ടിയുടെ അവിടെ തൊട്ട് മുന്നിലിരിക്കുന്ന ആ പെൺകുട്ടിയുടെ വ്യക്തിത്വത്തെ വ്യക്തിത്വത്തെ പോസ്റ്റ്മോർട്ടം കർണയിലേക്ക് എന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങി. അതായത് ഇങ്ങനെ നമ്മൾ മനസ്സിലിങ്ങനെ ഇരുന്ന് അവരെ മട്ടും ഭാവം കൊണ്ട് അവരെ കുറിച്ച് ഇങ്ങനെ ജഡ്ജ്മെന്റ് ചെയ്യത്തില്ല, മുൻവിധിയോടെ ചെയ്യുന്ന അതുപോലെ അവൾ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഓരോന്നും അവളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഇങ്ങനെ അളക്കാൻ തുടങ്ങി. ഉസ്കി ആധുനികത മേരി ആംഖോ മീൻ ഖട്നയിലേക്ക്. അപ്പോൾ ഉസ്കി ആധുനികത, അവളുടെ ഈ ആധുനികത എന്ന് വെച്ചാൽ അവളുടെ ആ മോഡേൺ ബ്ലൂടൂത്ത് ഒക്കെ വെച്ച് പാട്ടൊക്കെ കേൾക്കുന്നു എന്നുള്ളത് അത് ഇവക്ക് എന്ത് ചെയ്തു, അത്ര പിടിച്ചില്ല. മേരി ആംഖോ മീൻ ഖട്നയിലേക്ക്. അപ്പോൾ എന്താണ്, എൻ്റെ കണ്ണുകളിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ തുടങ്ങി. അവക്കൊരു ഖട്നയിലേക്ക് എന്ന് വെച്ചാൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ തുടങ്ങി. ആധുനികത കാ ലബാദ ആഠേ കാനോ മേ മ്യൂസിക് ലഗായേ വഹ് മസ്ത് തി. അപ്പോൾ ആധുനികത കാ ലബാദ ഓഠേ എന്ന് വെച്ചാൽ അപ്പോൾ ആധുനികതയുടെ മുഖംമൂടി അണിഞ്ഞ് എന്നാണ്. ലബാദ ഓഠേ എന്ന് വെച്ചാൽ മുഖംമൂടി അണിഞ്ഞ് കാനോമേ മ്യൂസിക് ലഗായ, ചെവിയിൽ പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് വഹു മസ്തി, അവളിൽ സന്തോഷം കണ്ടെത്തുകയായിരുന്നു. ആര്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ പെൺകുട്ടി. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഇവളിങ്ങനെ സസൂക്ഷ്മം കഥ എഴുതുന്ന ആള് നിരീക്ഷിക്കുമായിരുന്നു. കഥാകാരി നിരീക്ഷിക്കുന്നു. ജവാനി കാ ജോഷ് ഹേ ഭല ഉനെ കിസി സെ ക്യാ ലേന ദേന. ജവാനി കാ ജോഷ് ഹേ എന്ന് വെച്ചാൽ എന്താ, യുവത്വത്തിന്റെ ആ പ്രസരിപ്പാണ് അവളുടെ മുഖത്തിൽ. ഭല ഉനെ കിസി സെ ക്യാ ലേന ദേന. അപ്പോൾ അവൾക്ക് എന്താണ്, അവൾക്ക് യൗവനത്തിന്റെ ആ ഒരു പ്രസരിപ്പാണ്. അവൾക്ക് മറ്റുള്ളവരെ കൊണ്ട് എന്ത് കാര്യം എന്നൊക്കെ ഇങ്ങനെ കഥാകാരി ചിന്തിക്കാൻ തുടങ്ങി.
മന്മയും ഈർഷ്യ ഹോ രഹി തി. അപ്പോൾ ഇങ്ങനെ അളന്നളന്ന് അവളിങ്ങനെ നോക്കി ഓരോന്നൊക്കെ ചിന്തിച്ച് മനസ്സിൽ, കഥാകാരിയുടെ മനസ്സിൽ, മന്മയും മനസ്സിൽ ഈർഷ്യ ഹോ രഹി തി. ഈർഷ്യ ഹോ രഹി തി എന്ന് കുറച്ച് അസൂയയൊക്കെ വന്നു തുടങ്ങി. युवती को शायद एहसास हो गया था कि काफी देर से मेरी नजरें उस पर गड़ी हैं. उसने एक नजर उड़ा कर मुझे देखा और हल्की सी स्माइल दी. क्या कहूँ, जैसे प्यासे को तृप्ति मिल गई हो. और मुस्कुरा उड़ी मैं भी. ओके, അപ്പോൾ എന്താണ്, യുവതിക്കോ ഷായദ് ഏസാസ് ഹോ ഗയാ ഥാ. അപ്പോൾ ആ യുവതിക്ക് ഒരുപക്ഷെ എന്താ മനസ്സിലായി കാണും, എന്താണ്, കി കാഫി ദേർസേ മേരി നസറെ ഉസ്പർ ഗഡി ഹെ. കുറച്ച് നേരം കൊണ്ട് എൻ്റെ നോട്ടം അവളിൽ തന്നെ ആണെന്നുള്ള കാര്യം അവൾക്ക് മാനസിലായത് കൊണ്ടായിരിക്കാം. ഉസ്നെ ഏക് നസറുട, അവൾ ഒന്ന് നോക്കി, എന്നെ നോക്കി, അതായത് കഥാകാരിയെ നോക്കിയിട്ട് കർ മുझे ദേഖ അവളെ നോക്കി. അവർ ഹൽക്കി സി, എന്നിട്ട് ഒരു നേരിയ ചെറിയ എന്താ സ്മൈൽ ദി, ചെറിയ ഒരു ചിരി കൊടുത്തു. ഒന്ന് നോക്കിയിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ചിരിച്ചു. ക്യാ കഹൂം, എന്ത് പറയാൻ, ജൈസെ പ്യാസേക്കോ തൃപ്തി മിൽ ഗയി ഹോ. അതായത് പ്യാസെ, അതായത് ദാഹിച്ചവന് ഒരു തൃപ്തി കിട്ടിയത്, അതായത് വെള്ളം കിട്ടിയതുപോലെ എനിക്കൊരു ആശ്വാസം വന്നതാണ്. അപ്പോൾ എന്ത് പറയാൻ, ദാഹിച്ചവന് വെള്ളം കിട്ടിയ പോലെ എനിക്കൊരാശ്വാസം എന്ന് വെച്ചാൽ ഇവൾ കുറേ നേരം കൊണ്ടേ കഥാകാരി എന്താണ് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെൺകുട്ടിയോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴാണ് ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു നോക്കിയിട്ട് ചിരിക്കുന്നത്. അപ്പോൾ അത് ഇവക്കൊരു ദാഹിച്ചവന് വെള്ളം കിട്ടിയ ഒരു അവസ്ഥ പോലെ ആയി എന്നാണ് അവിടെ ആ സെന്റൻസിൽ പറയുന്നത്. അവർ മുസ്കുരാ ഉടി മേംഫി, ഞാനും എന്ത് ചെയ്തു, തിരിച്ചവളോട് ചിരിച്ചു. മേംഫി, ഞാനും. മഗർ യഹ് ക്യാ വഹ് ഫിർ അപ്നെ മൊബൈൽ മേം വ്യസ്ത് ഹോയി ഗയി. പക്ഷേ പിന്നെ എന്താണ്, ഇതെന്ത് സംഭവിച്ചു, അവളിങ്ങനെ ഒന്ന് ചിരിച്ചിട്ട് പിന്നീടും അപ്പനെ മൊബൈൽ മേം വ്യസ്ത് ഹോയി, അവളുടെ ഒരു ചിരി കൊടുത്തിട്ട് അവൾ വീണ്ടും അവളുടെ മൊബൈൽ ഫോണിൽ തന്നെ മുഴുകിയിരുന്നു. ഹേ ഭഗവാൻ, ഇത്തനാ മുഷ്കിൽ സഫർ തോ കഫീ നാ രഖ. അപ്പോൾ അവൾ ചിന്തിക്കണം, അയ്യോ ദൈവമേ, ഇത്രയും വിഷമകരമായിട്ടുള്ള ഒരു യാത്ര ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അബ് സഹാ നഹീൻ ജാത്ത, ഇപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കൈസെ, എങ്ങനെ, ക്യാ കരും, എങ്ങനെ, എന്ത് ചെയ്യും ഇനി എന്ന് അവളിങ്ങനെ കഥാകാരി ചിന്തിക്കുവാണ്. ഓക്കെ, പിന്നെന്താണ്, മേരി നസർ ബുസുർഗ് കി ഓർ ഗയി. അപ്പോൾ ഇനി അവളടുത്ത് കാര്യമില്ല, അവളെ നോക്കിയിട്ട് കാര്യമില്ലെന്ന് അറിഞ്ഞ് ഇവളുടെ കണ്ണ് എങ്ങോട്ട് പോകുന്നുണ്ടോ ആ വൃദ്ധനായ വയസ്സിൻ്റെ മുഖത്തോട്ട് നോക്കി അങ്ങോട്ടേക്ക് മാറി, ശ്രദ്ധ മാറി. മെയിംബോൾ പടി, എന്നിട്ട് ഇവള്, അതായത് ഞാൻ പറഞ്ഞു എന്നാണ്, അതായത് കഥാകാരി പറയുവാണ്. ആപ് കഹാം ജാ രഹേ ഹേ വയ്യാജി. അപ്പോൾ പറയാണ്, ആപ്, താങ്കൾ കഹാം ജാ രഹേ ഹേ, നിങ്ങൾ എവിടെയാണ് പോകുന്നത് വയ്യാജി എന്ന് ആര് ചോദിക്കുന്നു, കഥാകാരി ചോദിക്കുന്നു. അപ്പോൾ ആ വൃദ്ധൻ പറയുന്നതാണ് മറുപടി, മായി കെ ഘർ. മായി കെ ഘർ എന്ന് വെച്ചാൽ അമ്മയുടെ വീട്ടിലോട്ടെന്ന് പറയുന്നു. കഹാ രഹത്തി ഹേ ആപ്കി മായി. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, എവിടെയാണ് അങ്ങയുടെ അമ്മ, എവിടെയാണ് താമസിക്കുന്നത് എന്ന് കഥാകാരി വീണ്ടും ചോദിക്കണം. അപ്പോൾ വൃദ്ധൻ മറുപടി പറയാണ്, ജന്മ ദേനെ വാലി മായിന വൗത്തോ കബ്കി സമാഗയി ധർത്തി തലെ. അപ്പൊ പറഞ്ഞ ജന്മ ദേനെ വാലി മായിന, ജന്മം തന്ന അമ്മയല്ല, വഹത്തോ അവര്, എൻ്റെ ജന്മം തന്ന അമ്മ, കബ്കി സമാഗയി ധർത്തി തലെ, എന്നോ മണ്ണിനടിയിലായിപ്പോയി, അതായത് മരിച്ചുപോയി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫിർ കിസ് മായിക്കെ പാസ് ജാ രഹേ ഹേ. അപ്പോൾ ചോദിക്കാണ്, പിന്നെ ഏത് അമ്മയുടെ അടുത്താണ് പോകുന്നത് എന്ന് കഥാകാരി വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ പറയാണ്, ഗംഗാമായിക്കെ. അപ്പോൾ ഗംഗാമാതാവിൻ്റെ അടുത്തോട്ടാണ് ഞാൻ പോകുന്നത് എന്ന് വൃദ്ധൻ പറയുവാണ്. ഓക്കെ, അപ്പോൾ എന്താ, ഗംഗാമായി മുझे ആശ്ചര്യ ഹുവ. അപ്പോൾ ഗംഗാമാതാവോ, മുझे എനിക്ക് ആശ്ചര്യമായി. ഗംഗാമായി ബഹത്തി ഹേന വഹാം. അപ്പം വൃത്തം പറയണ, ഗംഗാമാതാവ് ഒഴുകുന്നില്ലേ അത്, അതായത് ഗംഗാ നദിയെയാണ് അവിടെ വൃത്തൻ പരാമർശിക്കുന്നത്. ഓക്കെ, അച്ഛാ ആപ് ഗംഗാ നദിക്ക് ബാത് കർ രഹേ ഹേ. അപ്പോൾ പറയാണ്, ശരിയാ, അങ്ങ് ഗംഗാ നദിയെ കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് കഥാകാരി പറയാണ്. മുझे അപ്നി മൂർത്ത പർ ചോം ഫി ഹുയി. അപ്പോൾ എന്താണ്, മുझे എനിക്ക്, അപ്പനീ മൂഢത എന്ന് വെച്ചാൽ എന്താണ്, എൻ്റെ മൂഢതയിൽ എന്ന് വെച്ചാൽ എന്താണ്, എൻ്റെ മണ്ടത്തരത്തിൽ എന്താ നാണം വന്നു, ലജ്ജ തോന്നി എന്ന് വെച്ചാൽ ഗംഗാ നദിയെക്കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരുന്നത്, അത് ഞാൻ തിരിച്ചറിയാനുള്ള ബോധം എനിക്കുണ്ടായില്ലല്ലോ എന്നുള്ള ആ ഒരു മണ്ടത്തരത്തിൽ അവർക്ക് ലജ്ജ തോന്നിയെന്നാണ് പറയുന്നത്. വഹാ കോയി റിഷ്തേദാർ ഫി ഹേ ആപ്കെ. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്,
വഹാ അവിടെ കോയി റിശ്തേദാർ ഭി ഹേ ആപ്കെ, എന്താ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പറയാണ് നാ മേരാ കോയി നാതേദാർ നഹി. അപ്പൊ പറയാണ് ഇല്ല, എന്താ എനിക്ക് അവിടെ ബന്ധുക്കളൊന്നും ഇല്ല എന്ന് വൃദ്ധൻ പറയുന്നു. അച്ഛാ തോ ഗംഗാ സ്നാൻ കോ ജാ രഹേ ഹേ. അപ്പോൾ വീണ്ടും ചോദിക്കാം, ആ ശരി, അപ്പോ ഗംഗാ സ്നാനം ചെയ്യാനാണോ പോകുന്നേ എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും വൃദ്ധൻ പറയാൻ നാ മേ ഗംഗാ മായിക്ക് പഗ് ദൂലി മേ രഹ്നേ ജാ രഹാ ഹൂം. അപ്പൊ പറയണ അല്ല, ഞാൻ സ്നാനം ചെയ്യാനല്ല, ഗംഗാ മാതാവിന്റെ പകുതൂലിമയും, പകുതൂലിമ എന്ന് വെച്ചാൽ എന്താണ്, ഗംഗാ മാതാവിന്റെ പാദചരണങ്ങളിൽ ദുലിമേ രഹിനെ താമസിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു. അവിടെ ഞാൻ എന്താണ് അവിടെ താമസിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് അവിടെ പാദസ്മരണം എന്ന് വെച്ചാൽ ഞാനിനി അടിയറവ് വെക്കാൻ പോവാണ്. അതായത് ഇനി ഗംഗാ മാതാവിന്റെ എന്താണ് തോഴനായിട്ട് അവിടെ നിൽക്കും എന്നുള്ള ഒരു അർത്ഥം. ഓക്കെ, ഉൻകെ ഇസ് വാക്കിനെ ഉസ് യുവതി കാ ധ്യാൻ ഭി ഉസ്കി ഓർ ഖീഞ്ച് ലിയ. അപ്പോൾ ഉൻകെ ഇസ് വാക്കിനെ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ, അതായത് ആ വൃദ്ധനായ മനുഷ്യന്റെ ഇസ് വാക്കിനെ, ഈ വാക്യം ഉസ് യുവതി കാ ധ്യാൻ ഭി, ഈ ഇങ്ങനെ വൃദ്ധൻ ഇങ്ങനെ പറഞ്ഞത് ആ അവിടെ ഇരുന്ന യുവതിയുടെയും ധ്യാൻ ഭി ഉസ്കി ഓർ ഖീഞ്ച് ലിയ. അപ്പോൾ ആ യുവതിയുടെ ആ യുവതിയുടെ ശ്രദ്ധയും അദ്ദേഹത്തിലോട്ട് ആകർഷിച്ചു എന്നുള്ളൊരർത്ഥം. ഓക്കെ, അപ്പൊ ഇതുവരെ യുവതി ഇടപെടുന്നില്ല. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് യുവതിയുടെ ശ്രദ്ധ ഒന്ന് വൃദ്ധനിലേക്ക് തിരിഞ്ഞു. ഓക്കെ, ആ മോഡേൺ ആയിട്ടിരിക്കുന്ന യുവതിയുടെ. അപ്പൊ ഇവിടെ 3 കഥാപാത്രങ്ങളുള്ളത്. വൃദ്ധൻ, കഥാകാരി, എഴുത്തുകാരി, പിന്നെ ആ യുവതി, ഓപ്പോസിറ്റ് ഇരിക്കുന്ന യുവതി, ഈ 3 പേരുമാണ്. ഓക്കെ, ക്യാ ആപ്കാ കോയി നഹി ഹേ ബാബ അബ് തക് മൊബൈൽ മേം വ്യസ്ത് യുവതി അചാനക് ബോൾ പടി. ഓക്കെ, അപ്പോൾ ക്യാ എന്താ ആപ്കാ കോയി നഹി ഹേ ബാബ, ബാബ എന്താ അങ്ങേക്ക് ആരും ഇല്ലേ എന്ന് ആരാ ചോദിക്കുന്നത്? കഥാകാരിയല്ല. ഇവിടെ അടുത്ത സെന്റൻസിൽ പറയുന്നു അബ് തക് മൊബൈൽ മേം വ്യസ്ത്. അബ് തക് ഇപ്പോ വരെ, മൊബൈൽ ഫോണിൽ വ്യസ്ത് യുവതി, അപ്പൊ ബിസി ആയിട്ടിരുന്ന ആ യുവതി അചാനക് ബോൾ പടി, അചാനക് പെട്ടെന്ന് പറയുവാണ്. അപ്പൊ പെട്ടെന്ന് അതുവരെ മൊബൈൽ ഫോണിൽ മുഴുകിയിരുന്ന ആ പെൺകുട്ടി ഉടനെ പറയാണ് ക്യാ ആപ്കാ കോയി നഹി ഹേ ബാബ. അപ്പൊ എന്താ അങ്ങേക്ക് ആരും ഇല്ലേ ബാബ എന്നിങ്ങനെ ചോദിച്ചു. ഓക്കെ, ഹേ ഏക് ബേട്ട ഏക് ബേട്ടി. അപ്പോൾ പറയണേ ഉണ്ട്, എനിക്കൊരു മോൻ, എനിക്കൊരു മകനും എനിക്കൊരു മകളും ഉണ്ട് എന്ന് പറഞ്ഞു. ക്യാ ആപ്കെ ബച്ചോനെ ആപ്കോ സംഗ് രഖ്നെ സെ മനാ കർ ദിയാ. അപ്പോൾ വീണ്ടും യുവതി ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ താമസിക്കാൻ അല്ലെങ്കിൽ കൂടെ താമസിപ്പിക്കാൻ എന്തെങ്കിലും സമ്മതമില്ലെന്നോ, താമസിപ്പിക്കാതിരിക്കുവാണോ എന്ന് യുവതി ചോദിക്കുവാണ്. അപ്പോൾ പറയാണ് വൃദ്ധൻ നാ ഇല്ല ഏസി ബാത് നഹി, അയ്യോ അങ്ങനെയൊന്നും അല്ല, വേ യഹാ നഹി രഹത്തെ, അവര് ഇവിടെയല്ല താമസിക്കുന്നത്. മത്ലബ് മേനെ ജിജ്ഞാസാവിഷ് പൂച്ച. അപ്പോൾ മത്ലബ് അതായത് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്ന് ആര് ചോദിക്കുന്നു? ഇത് യുവതിയല്ല, ഇത് കഥാകാരി ചോദിക്കുക. മേനെ ഞാൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞ ഈ കഥ അനുഭവ കഥ പോലെ കഥാകാരി എഴുതുന്ന. അപ്പോൾ മേനെ എന്ന് പറഞ്ഞ് ഞാനെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അവിടെ കഥാകാരിയാണ്. അപ്പോൾ കഥാകാരി ഇങ്ങനെ ജിജ്ഞാസ അറിയാനുള്ള ആകാംക്ഷയോടെ ഇങ്ങനെ പൂച്ച ചോദിച്ചു. ഓക്കെ, വേ വിദേശ് മേ രഹത്തെ ഹേ. അപ്പോൾ വൃത്തം പറയണ അവര് അങ്ങ് വിദേശത്താണ് താമസിക്കുന്നത്. ബാത്തോം കെ ദൗരാൻ പതാ ചലാ കി യുവതി കാ നാം ജാൻവി ഹേ. അപ്പോൾ ബാത്തോം കെ ദൗരാൻ പതാ ചല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ യുവതിയുടെ പേരെന്താണ്? ജാൻവി ഹെ. ജാൻവി എന്നാണ് യുവതിയുടെ പേരെന്ന് കഥാകാരിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ വീണ്ടും ആപ്കി പത്നി. അപ്പൊ നിങ്ങളുടെ ഭാര്യ. അപ്പൊ പറയാണ് 35 ബർസ് പഹലെ ഹി ഭഗവാൻ കെ ഘർ ചലി ഗയി. അപ്പൊ പറയണ 35 എന്ന് വെച്ചാൽ 35. അപ്പൊ 35 ബർസ് എന്ന് പറഞ്ഞ വർഷം, 35 വർഷങ്ങൾക്ക് മുമ്പ്, പഹലെ മുമ്പ് അവള് ഭഗവാന്റെ വീട്ടിലോട്ട് പോയി, അതായത് മരിച്ചുപോയി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. तो अब तक आप कहाँ रहते थे भैया जी എന്ന് ചോദിക്കാം. വീണ്ടും അപ്പൊ പറയണ അപ്പോൾ അബ് തക് ഇതുവരെ താങ്കൾ കഹാ രഹത്തെ തെ, നിങ്ങൾ എവിടെയാണ് താമസിച്ചിരുന്നത് ഭയ്യാജി എന്ന് ചോദിച്ചു. അപ്പൊ പറയാണ് പിട്ടിയാക്കിയ സംഘ്. ബിട്ടിയാക്കിയ സംഘ് എന്ന് വെച്ചാൽ മോളുടെ കൂടെ ആയിരുന്നു എന്നാണ്. മോളുടെ കൂടെ ആയിരുന്നു. അബ് വോ ഭി വിദേശ് ചൽ ഗയി. അപ്പൊ എന്താ പറഞ്ഞ അബ് ഇപ്പോ, വോ ഭി അവളും, വിദേശ് ചൽ ഗയി വിദേശത്തോട്ട് പോയി, ചലി ഗയി എന്ന് പറഞ്ഞു. ഓക്കെ, ആംദനി കാ കോയി ജരിയ തോ ഹോഗാ. മേരാ മത്ലബ് ഹേ ആപ് കഹി നൗകരി കർത്തെ ഹോംഗെ, ഹേത്തി ഹോഗി, ഘർ ഹോഗാ ആപ്കാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ പറയണ ആംദനി കാ കോയി ജരിയ തോ ഹോഗാ എന്ന് വെച്ചാൽ എന്താണ്? വരുമാനത്തിന് എന്തെങ്കിലും മാർഗം ഉണ്ടാവുമല്ലോ. അതായത്
മത്ലബ് എന്ന് വെച്ചാൽ അതായത് ആ കഹി നൗക്കരി കർത്തേ ഹോങ്കെ, നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവോ, ഖേത്തി ഹോഗി വയലുണ്ടാവോ, അതോ ഘർ ഹോഗ ആപ്ക, അപ്പോൾ അതായത് നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യും, വരുമാനത്തിനൊക്കെ മാർഗം ഉണ്ടല്ലോ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വല്ല വീടോ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്, വൃദ്ധനോട് ചോദിക്കുവാണ്. അപ്പൊ പറയാണ് മസൂർ ആദ്മി ഹു, 4 एकड़ जमीन थी पास, 1 एकड़ जमीन 35 बरस पहले कांदा जब बीमार हुई तब उसके इलाज खातिर बिक गई. അപ്പൊ പറയാണ് മസൂർ ആദ്മി ഹും എന്ന് വെച്ചാൽ ഞാനൊരു കൂലി വേലക്കാരനാണ് ഞാൻ. 4 एकड़ ജമീൻ തീ പാസ് എന്ന് വെച്ചാൽ എൻ്റെ പക്കല് 4 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. 4 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. 1 ഏക്കർ അതായത് 1 ഏക്കർ, അതിൽ 1 ഏക്കർ സ്ഥലം ഭൂമി, ജമീൻ ഭൂമി 35 വർഷത്തിന് മുമ്പ് കാന്ത എന്ന് വെച്ചാൽ തൻ്റെ ഭാര്യ ജബ് ബീമാർ ഹുയി, അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് രോഗം വന്നപ്പോൾ തബ് അപ്പോൾ ഉസ്കെ ഇലാജ് ഹാദിർ ബിഗ് ഗയി, അപ്പോൾ അവളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിറ്റു. അവളുടെ രോഗം വന്നപ്പോൾ അവളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 1 ഏക്കർ ഭൂമി വിറ്റു എന്നിങ്ങനെ വൃദ്ധൻ പറഞ്ഞു. ഓക്കെ, അടുത്ത് മത്ലബ് അബ്വി 3 एकड़ ജമീൻ തോ ഹേ നാ ആപ്കെ പാസ്, ജാൻവിനെ പൂച്ച. അപ്പൊ ജാൻവി വീണ്ടും ചോദിക്കുകയാണ്. ജാൻവി ചോദിച്ചു അതായത് അബ്വി ഇപ്പോഴും 3 एकड़ ജമീൻ, അപ്പൊ 3 ഏക്കർ ഭൂമി ഹേന ആപ്കെ പാസ് നിങ്ങളുടെ അടുത്തില്ലേ, നിങ്ങളുടെ 1 ഏക്കറിലെ വെട്ടുകോള് ബാക്കി 3 ഏക്കർ ഇല്ലേ എന്ന് ജാൻവി ചോദിച്ചു. ബഡാ ബേട്ട കേശവ് ബോല ബാപ്പു പട്നെ ഖാദിർ വിദേശ് ജാനാ था, सो 8 एकड़ जमीन बेच के उसको വിദേശ് ഭേജ. അപ്പോൾ പറയാണ് ബെഡാ ബേട്ട, അപ്പോൾ മൂത്ത മകൻ കേശവ്, അവൻ്റെ പേരാണ് കേശവ്, ബോല, അപ്പോൾ അവൻ പറഞ്ഞു ബാപ്പു അച്ഛാ പഠ്നെ ഖാദിർ വിദേശ് ജാനാഥ, അപ്പോൾ പഠിക്കുന്നതിന് വിദേശത്ത് പോയി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ വേണമെന്നുള്ള പറഞ്ഞു. അപ്പോൾ 8 एकड़ ജമീൻ ബേച്ച്കോ ഉസേ വിദേശ് ഭേജ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു 8 एकड़ എന്ന് വെച്ചാൽ 8 एकड़ എന്ന് പറഞ്ഞാൽ 1.5 ഏക്കർ, അപ്പോൾ 1.5 ഏക്കർ സ്ഥലം വിറ്റ് അവനെ വിദേശത്തോട്ട് അയച്ചു. വിദേശ് ഭേജ എന്നാണ്. ഓക്കെ, വിദേശത്തോട്ട് അയച്ചു. അപ്പോൾ എത്രയായി, അപ്പോൾ ആ 4 ഏക്കറിൽ നേരത്തെ 1 ഇപ്പോൾ 1.5, അപ്പോൾ 2.5 ഏക്കർ പോയി. ഓക്കെ, എന്നിട്ട് പറയാണ് വഹ് ഫിർ കബി ലൗട്ട് കെ ആയാ നഹി ഉദർ ഹി ബ്യാഹ് രചാ ലിയ, അപ്പോൾ എന്ന് പറയാണ് അവൻ ഫിർ കബി ലൗട്ട് കെ ആയന, പിന്നെ അവൻ ഒരിക്കലും വന്നിട്ടില്ല, അവൻ അവിടെ തന്നെ കല്യാണമൊക്കെ കഴിച്ച് സെറ്റിലായി എന്ന് പറഞ്ഞു. ബ്ലഡി ഹെൽ ജാൻവി കോ ചെഹ്റ ക്രോധ് സേ തംതമാ രഹാ താ, അപ്പോൾ എന്താണ് ബ്ലഡി ഹെൽ എന്ന് വെച്ചാൽ അവൾ ഇംഗ്ലീഷിൽ പറയുകയാണ്. ബ്ലഡി ഹെൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അർത്ഥം. അപ്പോൾ അങ്ങനെ ദേഷ്യത്തോടെ ജാൻവി കാ ചെഹ്റ, ജാൻവിയുടെ മുഖം എന്താണ് ക്രോധ് സേ ദേഷ്യത്തോടെ തംതമാ രഹാ താ എന്ന് വെച്ചാൽ ചുവന്നു തുടുത്തു. അപ്പൊ ജാൻവിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. ഓക്കെ, മെയിം ഉസേ ഗോർ സേ ദേഖ് രഹി തി, അപ്പോൾ കഥാകാരി അവളുടെ ഈ ഒരു പെരുമാറ്റം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ആഖിർ യഹ് ഭി തോ ഉസി പീട്ടി കി ഹേ ഫിർ ഇത്ര ആക്രോശ് ക്യോ, അപ്പോൾ എന്താണ് ഈ കഥാകാരി ചിന്തിക്കുവാണ്, ആഖിർ യഹ് ഭി, ഇവളും ഉസി പീട്ടി, ഇവളും ആ ജനറേഷനിൽ, ഇപ്പോഴത്തെ ജനറേഷനിൽ ആ പയ്യൻ്റെ അതേ ജനറേഷനിലുള്ളതാണ്, എന്നിട്ടും ഇവക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ദേഷ്യം വന്നു അത് കേട്ടപ്പോ എന്ന് കഥാകാരി ചിന്തിക്കുവാണ്. अब भी सकमल जाओ बाबा, दुनिया में कोई किसी का नहीं, बची जमीन को पकड़े रखो जब तक जिंदा हो. അപ്പോൾ എന്താണ് അബ്ഫി, ഇപ്പോ സഹ്മൽ ജാവോ ബാബ എന്ന് വെച്ചാൽ ഇനിയെങ്കിലും എന്താണ് ജാഗ്രത പുലർത്തു ബാബ, ദുനിയാമേയും ലോകത്തിൽ കോയി കിസിക്കാ നഹി, ലോകത്തിൽ ആരും ആരുടെയും അല്ല, ബച്ചി സമീൻ കോ പക്കട്ടേ രഖോ, എന്നിട്ട് അവശേഷിക്കുന്ന ആ ഭൂമിയെ പിടിച്ചു വെക്കൂ എന്ന് വെച്ചാൽ സൂക്ഷിച്ചു വെക്കൂ, കളയല്ലേ, ജബ് തക് ജിന്ദാ ഹോ, അപ്പോൾ ബാക്കിയുള്ള കാലം, ജീവിക്കുന്നിടത്തോളം കാലം ഈ ബാക്കിയുള്ള ഭാഗം, അതായത് ബാക്കിയുള്ള അത്രയും ഭൂമി സൂക്ഷിച്ചു വെച്ചോളൂ എന്ന് ആ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്, ജാൻവി പറഞ്ഞു കൊടുക്കുക. ജാൻവിനെ വ്യാവഹാരിക ജ്ഞാതിയ എന്ന് വെച്ചാൽ ജാൻവി ആണെങ്കിൽ ഒരു ഉപദേശം പോലെ ആ വൃദ്ധനെ പറഞ്ഞു കൊടുക്കുവാണ്. വഹുബി ഹംനെ ദേദി ബിഠിയ, അപ്പൊ വൃദ്ധൻ പറയാ വഹുബി അതും ഞാൻ വിറ്റു കൊടുത്തു മകളെ എന്ന് പറയാണ്. കിസേ ആർക്ക് എന്ന് ചോദിച്ചു. പിछले हफ्ते बेटी एक लड़के को ले आई, पिछले हफ्ते കഴിഞ്ഞ ആഴ്ച ബേട്ടി എൻ്റെ മകള് ഒരു ആൺ സുഹൃത്തിനെ ഒരാണിനെയും കൊണ്ടാണ് വന്നു. കഹാ കി ഉസ്സേ പ്രേം കർത്തി ഹേ, എന്നിട്ട് പറഞ്ഞു അവനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ബ്യാഹ് കരേഗി, കല്യാണം കഴിക്കൂ എന്നും പറഞ്ഞു. ഉസ് ലഡ്കെ കി ശരത് രഹി കി
ദഹേജ് മേം ഇത്തനാ റുപ്യ ചാഹിയേ. അപ്പോൾ ആ ആൺകുട്ടി എന്താണ് അവൾ വിളിച്ചുകൊണ്ട് ആ പുരുഷൻ എന്താ പറഞ്ഞത്, കല്യാണം കഴിക്കണമെങ്കിൽ ഇത്ര രൂപ സ്ത്രീധനം വേണമെന്ന് പറഞ്ഞു. ഇത്ര റുപ്യ ചാഹിയേ, എത്രയോ രൂപ സ്ത്രീധനമായിട്ട് വേണമെന്ന് പറഞ്ഞു. ഉസ്കോ വിദേശ് ജാനേ കാ താന. അപ്പോൾ അതെന്തിനാണ് ആ കാശ്, അവന് വിദേശത്ത് പോകാനായിരുന്നു എന്ന് പറഞ്ഞു. तो तुमने बेटी को मना क्यों नहीं कर दिया ऐसे लड़के से शादी करने के लिए. അപ്പോൾ വീണ്ടും ജാൻവി ചോദിക്കണേ, തോ അങ്ങനെങ്കിൽ തുമ്നെ ബേട്ടിക്കോ മന ക്യോ നഹി കർ ദിയ. അപ്പോൾ നിങ്ങൾ എന്താ ആ മകളോട് പറയണ്ടായിരുന്നല്ലോ, അവളോട് കല്യാണം അങ്ങനൊരു പയ്യനെ കല്യാണം കഴിക്കരുതെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ്. ഏസ് ലഡ്കെ സേ ഷാദി കർനെ കെ ലിയെ. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനൊരു ആണുമായിട്ട് കല്യാണം കഴിക്കാൻ പറഞ്ഞത്, അതെന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന് ജാൻവി അവിടെ ചോദിക്കുകയാണ്. കിയേത്തെ ബീട്ടിയ. അപ്പോൾ പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു മോളെ, ഞാൻ തടയാൻ നോക്കി. മഗർ വഹു നഹി മാനി. പക്ഷെ അവള് അനുസരിച്ചില്ല. ഹംകോ ബോലി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, തുമാരി നീയത്ത് നഹി ഹമാരാ ഹിസ്സ ദേനെ കി, ഹമാരെ ഹിസ്സെ കി ഖേത്തി ഹേ, ബേച്ച് കർ ഹംകോ പൈസ ദേ ദോ, ഉസ് പർ കാനൂനൻ ഹമാരാ ഹക്ക് ഹേ. അപ്പോൾ എന്താ പറഞ്ഞത്, അപ്പോൾ പറയാണ് അവൾ കേട്ടില്ലെന്ന്. എന്താണ് ഇയാൾ പറഞ്ഞു, അച്ഛന് തരാൻ മനസ്സില്ലാത്തതാണ്. എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് തരാൻ മനസ്സില്ലാത്തതാണ്. എന്താണ്, നിങ്ങൾക്ക് തരാൻ മനസ്സിലാത്തതാണ്. ഞങ്ങളുടെ ഓഹരിയിലുള്ള ആ ഭൂമി വിറ്റ് ആ പണം ഞങ്ങൾക്ക് തരൂ, അതിൽ ഞങ്ങൾക്ക് നിയമപരമായിട്ട് അവകാശമുണ്ട് എന്ന് അവളിങ്ങനെ പറയുന്നു. ഹമാര ഹക്ക് ഹേ എന്ന് വെച്ചാൽ എന്താണ്, നിയമപരമായിട്ട് ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞു. സോ ഹം ഉസ് ജമീൻ കോ ബേച്ച് കെ പൈസ ബിഠിയാക്കെ ഹാത്ത് മേ ദർ ആയേ ഹേ. അപ്പോൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പിന്നെ അവസരം പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു, ആ നിലവും വിറ്റ് ആ പൈസ മോളുടെ കൈ കൊടുത്തിട്ടാണ് വന്നത്. അബ് തക് വഹ് ഉഡ് ബി ഗൈ ഹോഗി ആസ്മാൻ മേ. അപ്പോൾ പറയണ അബ് തക്, ഇപ്പോൾ ആ കാശ് എന്താണ്, ആകാശത്തിലൂടെ അങ്ങ് പറന്നു പോയി കാണും എന്ന് വെച്ചാൽ അവർ വിദേശത്ത് പോയിട്ടുണ്ടാകും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഉസീനെ तो हमारा टिकट निकाल कर हाथ में दिया है, कहा बापू गंगा किनारे चले जाओ, മായി സബ്കോ മുക്തി ദേത്തി ഹേ. അപ്പൊ എന്താണ്, എന്നിട്ട് പറയാണ്, ഉസീനേത്തോ അവള് തന്നെയാണ് ഹമാര ടിക്കറ്റ് നികാൽ കർ ഹാത്ത് മേ ദിയെ, അവള് തന്നെയാണ് എനിക്ക് എൻ്റെ കയ്യിൽ ടിക്കറ്റ് എടുത്ത് തന്നത്. കഹ പറഞ്ഞു, എന്നിട്ട് മോള് തന്നെയാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ബാപ്പു അച്ഛാ ഗംഗാ കിനാരെ ചലേ ജാവോ, ഗംഗാ തീരത്ത് പോകൂ, മായി സബ്കോ മുക്തി ദേത്തി ഹേ. മായി അമ്മ എല്ലാവർക്കും മുക്തി നൽകുന്നതാണ്, അതായത് ഗംഗാതീരത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് മകളാണ് ടിക്കറ്റിന് പൈസയും കൊടുത്ത് വിട്ടത്. അപ്പോൾ എന്ത് ക്രൂരമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും ആവാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ആ മകള് തന്നെയാണ് പൈസയും വാങ്ങിച്ചിട്ട് അച്ഛനിങ്ങനെ പറഞ്ഞയച്ചതെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ. कहते हुए उन्होंने अपनी नजर ट्रेन की छत पर टिका दी. അപ്പോൾ कहते हुए ഇത് പറഞ്ഞിട്ട് ഉന്നോനെ അദ്ദേഹം അപ്പനി നസർ അദ്ദേഹത്തിൻ്റെ കണ്ണ്, അദ്ദേഹത്തിൻ്റെ നോട്ടം ട്രെയിൻ കി ഛത് പർ അതായത് ട്രെയിനിൻ്റെ മേൽക്കൂരയിൽ ഇങ്ങനെ ഛത് പർ ടിക്കാതി എന്ന് വെച്ചാൽ ഒരു വിഷമം പോലെ അല്ലേ, നമ്മളിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ എന്താണ് ആ മേൽക്കൂരയിലോട്ട് നോക്കി ഒരു വിഷമത്തോടെയാണ് ഇത് പറഞ്ഞത്. അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒന്ന് മുകളിലോട്ട് നോക്കി. ദർദ് കാ സൂനാപൻ ഉൻ ആംഖോ മേ ദേഖാ ജാ സക്താ താ. അപ്പോൾ ആ വേദനയുടെ ദർദ് കാ സൂനാപൻ, അപ്പോൾ ആ ഒരു വേദനയുടെ ഒരു ശൂന്യത അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കാണാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വേദനിച്ചു കൊണ്ടായിരുന്നു അത് പറഞ്ഞത്. ആപ്കി പത്നി ഗുസ്രി തോ ആപ്കി ഉമ്ര ക്യാ രഹി ഹോഗി ഭയ്യാജി. അപ്പോൾ പറയാണ് ആപ്കി പത്നി ഗുസ്രി തോ, അപ്പോൾ താങ്കളുടെ ഭാര്യ മരിച്ച സമയത്ത് താങ്കൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നിരിക്കും ഭയ്യാജി എന്ന് അവൾ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് യഹി കോയി 25-26 ബർസ് കാ രഹാ ഹൂങ്ക. അപ്പോൾ പറയാണ് ഏകദേശം ഒരു 25-26 വയസ്സായിരുന്നു കാണും അപ്പോൾ എന്ന് പറഞ്ഞു. ബസ് तो आपने क्यों नहीं सोचा अपने बारे में, दूसरी शादी कर सकते थे, सीट नंबर 23 के यात्री ने पूछा. അപ്പോൾ എന്താണ് ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. തോ അപ്പനെ ക്യോ നഹി സോച്ച അപ്പനെ ബാരെ, നിങ്ങൾ അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ല. ദൂസരി ഷാദി കർ സക്തേ തെ, നിങ്ങൾക്ക് മറ്റൊരു കല്യാണം കഴിക്കാമായിരുന്നു എന്ന് സീറ്റ് നമ്പർ 23 ഒരു യാത്രി ഇങ്ങനെ ചോദിച്ചു. ഓക്കെ. അപ്പോൾ ഈ സംഭാഷണം അവിടെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പോൾ 23
ഒരു യാത്രക്കാരി ചോദിക്കുവാണ്. अपने बारे में कुछ सोचने का इतना बखत ही कहाँ था हमारे पास, हम तो कांदा की देख को जल्दी जल्दी अग्नि के हवाले कर दौड़ते हुए घर आए कि बच्चे फूके होंगे. അപ്പോൾ എന്താണ് अपने बारे में कुछ सोचने का, അന്ന് എന്നെ കുറിച്ച് ചിന്തിക്കാൻ ബഖത് ഹി കഹാ താ ഹമാരെ പാസ് എന്ന് വെച്ചാൽ എന്താണ്, അന്ന് എന്നെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ എനിക്ക് എവിടെയായിരുന്നു സമയം എന്നാണ് അവിടെ പറയുന്നത്. ഹംതോ കാന്താക്കി ദേഹ, ഞാൻ എന്താണ് എൻ്റെ ഭാര്യയുടെ, അതായത് എൻ്റെ കാന്തയുടെ ദേഹം, ശരീരം ജൽദി ജൽദി അഗ്നിക്ക് ഹവാലെ കർ എന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ചിതയിലൊക്കെ അഗ്നിയിൽ, അതായത് പെട്ടെന്ന് എന്താണ് കത്തിച്ച് തീർത്തിട്ട് ദൗട്ടെ ഹുയെ ഖറായേ എന്ന് വെച്ചാൽ ഓടിയാണ് വീട്ടിൽ വന്നത്. കി ബച്ചേ ഫൂക്കേ ഹോഗെ, എന്താ കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാവും എന്ന് കരുതി ഞാൻ ഓടിയാണ് വീട്ടിലേക്ക് വന്നതെന്ന് വൃദ്ധൻ പറഞ്ഞു. ആകെ ദേഖാത്തോ പിഠിയ ധാർ ധാർ രോരഹിത്തെ, എന്താണ് എന്നിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കും അപ്പോൾ എന്താണ് ഞാൻ ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്കും മകളാണെങ്കിൽ എന്താ പൊട്ടി കരയുന്നുണ്ടായിരുന്നു. അപ്പം ഈ മയ്യാക്കോ പുകാർ രഹിത്തെ, എന്താ അവളുടെ അമ്മയെ വിളിച്ചായിരുന്നു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത്. ഹം തോ ബിനാ നഹായെ पहले बिटिया को गोदी लिए धूम गर्म कर बोतल में डाल के दिए फिर नहाए. അപ്പോൾ ഹം തോ ഞാനാണേൽ ബിനാ നഹായെ എന്ന് വെച്ചാൽ ഒരു ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ട് സാധാരണ വന്നിട്ടെല്ലാവരും കുളിക്കാറുണ്ട്. പക്ഷേ കുട്ടി കരയുന്ന കാരണം ബിനാ നഹായെ കുളിക്കാൻ പോലും പറ്റാതെ പഹലേ ബിട്ടിയാക്കോ ഗോദി ലിയെ, അതായത് മൂത്ത കുട്ടിയെ എന്താ തോളത്തെടുത്തിട്ട് ദൂത് ഗർമ കർ എന്നിട്ട് പാലുണ്ടാക്കി ചൂട് പാലിനെ ബോത്തൽ മേൻ ഡാൽക്കി തീ, അതായത് തണുപ്പിച്ചിട്ട് അതിനെ ബോട്ടിലാക്കി ഫിർ നഹായ കൊടുത്തിട്ട് അത് വെച്ച് കൊടുത്ത് ആ ബോട്ടിലാക്കി പാല് കുടിപ്പിച്ചിട്ടാണ് അവൻ കുളിച്ചത്, അതായത് അദ്ദേഹം വൃദ്ധനായ മനുഷ്യൻ കുളിച്ചത്. ബസ് ഏസേ ഹി കേസവ് और कचरी की देखभाल में कब उम्र बीत गई पता ही नहीं चला. അപ്പോൾ പറയാണ് ബസ് ഏസേ ഹി കേസവ് അവർ കചുരി, അപ്പോൾ കേസവ് കചുരി, അപ്പോൾ അവരുടെ മോൻ്റെയും മോളുടെയും പേരാണ്. അപ്പോൾ അവരെ ദേഖ്ഭാൽ മേ, അവരെ നോക്കുന്നതിനിടയിൽ കബ് ഉമർ ബീത് ഗയി പതാഹി നഹി ചല, അപ്പോൾ എപ്പോഴാണ് വയസ്സിങ്ങനെ ഓടിപ്പോയതെന്ന് എനിക്ക് അറിയത്ത് പോലുമില്ല, അത് ഞാൻ വയസ്സിങ്ങനെ പോകുന്നത് ഞാൻ അറിഞ്ഞില്ല എന്നാണ് വൃത്തൻ പറയുന്നത്. മൻ നിതൃഷ്ണ സേ ഫർഗയ, അപ്പോൾ മനസ്സെന്താണ് ഇങ്ങനെ ദേഷ്യവും അമർഷവും വെറുപ്പ് അതുപോലെ കൊണ്ട് നിറഞ്ഞു. എന്താണ് ഹം സബ് വ്യതിഥേ, നമ്മളെല്ലാവരും ഇത് കേട്ടിട്ട് ദുഃഖിതരായിരുന്നു. അപ്പനി ഹി ജന്മി സന്താൻ പിതാക്കെ ദുഃഖ് സേ കൈസേ അഞ്ചാൻ ഔർ ലാപർവാഹ് രഹ സക്തി ഹേ. അപ്പോൾ പറയാണ് അപ്പനി ഹി ജന്മി സന്താൻ പിതാക്കെ ദുഃഖം, അതായത് തങ്ങൾക്ക് ജന്മം തന്ന ഈ അച്ഛൻ്റെ ഈ ദുഃഖം കൈസെ അഞ്ചാൻ അവർ ലാപർവാഹ് രഹ സക്തി, എങ്ങനെയാണ് ഈ തങ്ങൾക്ക് ജന്മം തന്ന അല്ലെങ്കിൽ തൻ്റെ സ്വന്തം ചോരയിൽ ജനിച്ച മക്കൾക്ക് എങ്ങനെയാണ് അച്ഛൻ്റെ സങ്കടം അറിയാതെയും അശ്രദ്ധരായിട്ടിരിക്കാൻ കഴിയുന്നത് എന്നിവരിങ്ങനെ ആലോചിച്ച് വിഷമിക്കുകയാണ്. അരേ ജിസ് പിതാനെ അപ്പനാ പൂരാ ജീവൻ ബച്ചോं के हवाले होम कर दिया उस पिता को इस अवस्थों में छोटे हुए जरा भी दिल नहीं पसीजा. അപ്പോൾ പറയണ അരേ അല്ലയോ, എന്താ അല്ലേ, ഈ ജിസ് പിതാനെ അപ്പന പൂരാ ജീവൻ, ഈ അച്ഛൻ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജീവിതവും ബച്ചോങ്കെ ഹവാലെ ഹോംകർ, ബച്ചോങ്കെ കുട്ടികളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഹോമിച്ചിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതം കുട്ടികൾക്ക് വേണ്ടി കളഞ്ഞു എന്ന്, അങ്ങനെ ഒരു രീതിയിൽ കളഞ്ഞു എന്നല്ല, അദ്ദേഹത്തിൻ്റെ ജീവൻ ത്യജിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സുഖ സന്തോഷങ്ങളും ത്യജിച്ചിട്ടാണ് മക്കളെ നോക്കിയത്. അങ്ങനെ ചെയ്ത ഈ ഉസ് പിതാക്കോ, ഈ ഒരു പിതാവിനെ ഈ അവസ്ഥാമേ, ഈ ഒരു അവസ്ഥയിൽ ചോട്ടേ ഹുയെ വിട്ടിട്ട് അല്ലെങ്കിൽ ത്യജിച്ചിട്ട് ജറാഭീദിൽ നഹി പസീജ, അപ്പോൾ ഇങ്ങനെ വിട്ടിട്ട് പോകുമ്പോൾ അവരുടെ മനസ്സ് ഇങ്ങനെ വിട്ടിട്ട് പോകാൻ അവരുടെ മനസ്സ് അല്പം പോലും അലിഞ്ഞില്ലല്ലോ എന്നിവരിങ്ങനെ ചിന്തിച്ച് വിഷമിക്കുകയാണ്. ഓക്കെ, അബ് ആപ് ക്യാ കരേംഗെ ഭയാജി, ആപ്കാ ജീവൻ, അപ്പോൾ പറയണേ ഇനി താങ്കൾ എന്ത് ചെയ്യും ഭയാജി, നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. മേരാ മൻ വ്യതിത, അപ്പോൾ എന്താണ് എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു. ബഹുത്തോമായി ഹെനാ സബ്കാ ധ്യാൻ രഹത്തി ഹെ ഹമേം ഭി പാലേഗി കോയി ചിന്താ നഹി. അപ്പോൾ പറയാണ് വൃത്തം പറയണേ ബഹുത്തോമായി ഹെന, അവിടെ അമ്മയില്ലേ, മാതാവില്ലേ, സബ്കാ ധ്യാൻ രഹത്തെ, അപ്പോൾ എല്ലാവരെയും ശ്രദ്ധിക്കുന്നു, എല്ലാവരെയും സംരക്ഷിക്കുന്നുണ്ട്. ഹമേം ഭി പാലേക്ക്, ഞങ്ങളെയും പാലിക്കും.
പാലിക്കും, എന്നെയും പാലിക്കും. കോയി ചിന്ത നഹി, ഒരു ചിന്തയും ഇല്ല എന്ന് വെച്ചാൽ ഒരു വിഷമവും ഇല്ല എന്നാണ് പറയുന്നത്. മൻ സോച്ച് രഹാത്ത ക്യാ വാക്കയി ചിന്ത നഹി, മൻ സോച്ച് രഹാത്ത, അപ്പൊ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ക്യാ വാക്കയി ചിന്ത നഹി, അപ്പോൾ എന്താണ്, എന്താ ഒരു ആശങ്കയും ഇല്ലേ. ഈ സുമ്രമേ യഹ് അകേലാവൻ, അപ്പോൾ ഈ ഒരു വയസ്സിൽ ഈ ഒറ്റയ്ക്ക് കോയി ചിന്താനഹി, എങ്ങനെ ഈ ഒരു വയസ്സാം കാലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു ആശങ്കയും ഇല്ലേ എന്നിങ്ങനെ മനസ്സിൽ കഥാകാരി ചിന്തിക്കാൻ തുടങ്ങി. ട്രെയിൻ സുബഹ് 5 ബജെ ബനാറസ് സ്റ്റേഷൻ പഹുഞ്ചത്തി ഹേ, സോ 4:30 ബജെ സഭി കി ചഹൽ പഹൽ ശുരു ഹോ ഗയി. അപ്പോൾ ട്രെയിൻ രാവിലെ സുബഹ് രാവിലെ 5 മണിക്ക് ബനാറസ് സ്റ്റേഷനിൽ എത്തും. അതുകൊണ്ട് തന്നെ 4:30 ബജെ 4:30 മണിയായപ്പോഴത്തേക്കും സഫീക്ക് എല്ലാവരും ചഹൽ പഹൽ ശുരു ഹോ ഗയി. അപ്പോൾ 5 മണിക്ക് ബനാറസിലെത്തും. അതുകൊണ്ട് 4:30 തന്നെ എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡി ഇറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുവാണ്. അപ്പനെ സാമാൻ കോ ഹംനെ ഫി സഹേജ്ന ശുരു കർ ദിയ. അപ്പനെ അവരവരുടെ സാധനങ്ങൾ ഹംനെ ഫി നമ്മളെല്ലാവരും എടുത്തൊക്കെ വെക്കാൻ ആരംഭിച്ചു. ഫയ്യാജി കാ ഖ്യാൽ ആത്തെ ഹി മൻ കസൈല ഹോ രഹാത്ത. അപ്പം ഫയ്യാജി കാ ഖ്യാൽ, അപ്പോൾ ഈ വൃദ്ധനായ ഈ മനുഷ്യൻ്റെ ഫയ്യാജിയുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് ഇവളുടെ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു. വേ അപ്പന ചോട്ടാ സാ ബഗെ ഉഡാ ഹി രഹേ തേ കി തഭി ജാൻവി കി ആത്മവിശ്വാസ് സേ ഭരി ആവാസ് ഹമാരെ കാനോ മേ പടി. അപ്പൊ എന്താണ്, വേ അപ്പനെ ചോട്ടാസ, അപ്പൊ അദ്ദേഹം തൻ്റെ ചോട്ടാസ ബാഗ്, അപ്പോൾ ഒരു ചെറിയ ബാഗ് ഉഡാഹി രഹത്തെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തഫി, അപ്പോൾ ജാൻവിയുടെ ആത്മവിശ്വാസസേ വരി, ആത്മവിശ്വാസത്താൽ നിറഞ്ഞ ആവാസ് ശബ്ദം ഹമാരെ കാനോമേം പടി, അപ്പോൾ നമ്മുടെ കാതുകളിൽ പതിച്ചു കേട്ടു എന്നാണ്. എന്താ പറഞ്ഞത്, ബാബാ ആപ് മായ്ക്കെ പാസ് തോ ജാവോगे ടുപ്കി ഫീ ലഗാവോगे മഗർ വഹാ രഹോगे നഹി. അപ്പൊ പറയണ ബാബാ അച്ഛാ എന്താണ്, ആപ് മായിക്കെ പാസ് തോ ജാവോगे, അങ്ങ് മാതാവിൻ്റെ അടുത്ത് ഗംഗാ മാതാവിൻ്റെ അടുത്ത് പോയിക്കോ ടുപ്കി ഫീ ലഗാവോगे, എന്നുവെച്ചാൽ ടുപ്കി ലഗാവുന്നത് അവിടെ മുങ്ങി കുളിക്കുകയൊക്കെ ചെയ്തു. മഗർ പക്ഷേ വഹാ രഹോഗേ നഹി, പക്ഷെ അവിടെ താമസിക്കില്ല. അപ്പോൾ പറയാണ് എനിക്ക് അവിടെ ഗംഗാമാതാവിൻ്റെ അവിടെ പോകാം, മുങ്ങി കുളിക്കാം, എന്തൊക്കെ ചെയ്യാം, പക്ഷെ അവിടെ താമസിക്കാൻ പറ്റില്ല. ഫയാജി ഔർ ഹം സബ് ഹൈറാനി സെ ജാൻവി കോ ദേഖ്നെ ലഗെ. അപ്പോൾ എന്താണ്, ഈ ഫയാജിയും അവരെല്ലാവരും കൂടെ അത്ഭുതത്തോടെ ജാൻവിയെ നോക്കാൻ തുടങ്ങി. അരെ ഏസെ ക്യാ ദേഖ് രഹേ ഹേ, ആപ് മേരെ സാത്ത് മേരെ ഘർ ചൽ രഹേ ഹേ. അപ്പോഴാണ് പറയുന്നത്, അരേ അല്ലയോ, ഏസെ ക്യാ ദേഖ് രഹേ ഹേ, അപ്പൊ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ, വേറൊന്നും കൊണ്ടല്ല, ആപ് മേരെ സാത്ത്, താങ്കള് എൻ്റെ കൂടെ മേരെ ഘർ ചൽ രഹേ ഹേ, നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലോട്ട് വരാൻ പോവാണ് എന്ന് പറഞ്ഞു. ഇസ് ബേട്ടിക്കോ പിതാക്കി ജരൂരത്ത് ഹേ, ഈ പെൺകുട്ടിക്ക് ഒരു അച്ഛൻ്റെ ആവശ്യമുണ്ട്. ബച്പൻ സേ അനാഥ ആശ്രമേം പലിഹൂം. അപ്പോൾ പറയാണ്, കുട്ടിക്കാലം മുതലേ ഞാൻ അനാഥാലയത്തിലാണ് താമസിച്ചിരുന്നത്, അവരാണ് എന്നെ നോക്കിയത്. അകേലേപൻ കാ ദർദ് ജാൻതി ഹൂ, എന്നിട്ട് പറയാണ്, ഒറ്റപ്പാടിൻ്റെ വേദന എനിക്കറിയാം. ബഡി മെഹനത് സെ ആജ് ഖുദ് കോ ഉസ് കാബിൽ ബനാ പായി ഹൂം കി അപ്പനെ പൈരോം പർ ഖടി ഹൂം. അപ്പോൾ പറയാണ്, ബഡി മെഹനത് സെ, വളരെ പരിശ്രമത്തോടു കൂടെയാണ്, ആജ് ഇന്ന്, ഖുദ് കോ ഉസ് കാബിൽ ബനാ പായി ഹൂ, എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എൻ്റെതായ രീതിയിലൊരു, അതായത് ഖുദ് സ്വയം ഉസ് കാബിൽ ബനാ പായി ഹോ, എന്ന് വെച്ചാൽ ഞാൻ വളരെ കഠിനാധ്വാനം ചെയ്താണ് ഞാൻ ഇന്ന് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കുന്നത്. അപ്പനെ പൈരോം പർ ഖടി ഹോ, എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കുന്നത്. ഈശ്വർ കി ദയാസെ ഇതന കമാൽ എത്തി ഹൂം കി അപ്പനെ ബാപ് കി ദേഖ്ഭാൽ കർ സകൂം. അപ്പോൾ പറയാണ്, ദൈവാനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഈശ്വരൻ്റെ കൃപ കൊണ്ട് എൻ്റെ അച്ഛനെ നോക്കാൻ തക്കവണ്ണമുള്ള വരുമാനം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അവള് പറഞ്ഞു. ലേക്കിൻ ബിട്ടിയാ, അപ്പോൾ പറയണ, പക്ഷേ മോളെ എന്നിങ്ങനെ വൃദ്ധൻ ഇങ്ങനെ പറയുക. ലേക്കിൻ വേക്കിൻ കുച്ച് നഹി, അപ്പോൾ പറയാ ലേക്കിൻ എന്ന് വെച്ചാൽ എന്നാ, പക്ഷേ എന്നുള്ള, പക്ഷേ അതൊന്നും അങ്ങനെയൊന്നും ഇല്ല എന്ന് അവളങ്ങ് പറയാണ്. ആപ്കാ സാമാൻ യഹീൻ ദീജിയെ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്ക്, എൻ്റെ കയ്ത്താ എന്ന് ആര് പറയാണ്, ജാൻവി. അതായത് ജാൻവി ഈ വൃദ്ധനെ അച്ഛനെ പോലെ കണ്ട് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഓക്കെ. ഫയ്യാജിക്ക് ആഖേം ഫർഗൈ, അപ്പോൾ എന്താണ്, ഫയ്യാജിയുടെ കണ്ണുകളങ്ങ് നിറഞ്ഞു തുളുമ്പി. ഓക്കെ. ഹാത്ത് ജോട്ടെ ഹുയെ ജാൻവി കെ പൈരോ മേ ചുക്നെ കോ ഹുയെ തോ ജാൻവിനെ ഉൻകെ ദോനോ ഹാത്ത് ദാം ലിയെ. അപ്പോൾ എന്താണ്, ഹാത്ത് ജോട്ടെ ഹുയെ എന്ന് വെച്ചാൽ
ഹാത്ത് ചോട്ടെ ഹുയെ എന്ന് വെച്ചാൽ കൈകൾ കൂപ്പി ജാൻവിക്ക് പൈരോമേൻ ചുക്നെ കോ ഹുയെ. അപ്പോൾ കൈകൾ കൂപ്പി ആ വൃദ്ധൻ ജാൻവിയുടെ കാലുകളിൽ ഇങ്ങനെ തൊടാൻ വേണ്ടി വന്നിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അപ്പോൾ ജാൻവിനെ ഉൻകെ ദോനോ ഹാത്ത് ദാംലി. അപ്പോൾ ജാൻവി എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ആ 2 കൈകളെയും തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഏ ഹാത്ത് മേരെ സർപ്പർ രഹോ ബാബ. ഈ കൈകൾ എൻ്റെ കാലിൽ എവിടെയാണ്, എൻ്റെ തലയിൽ വെക്കൂ അച്ഛാ. മുझे ആശീർവാദ് കി ജറൂരത്ത് ഹെ. എനിക്ക് അനുഗ്രഹത്തിൻ്റെ ആവശ്യമുണ്ട്, ആശീർവാദം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. मैं मन ही मन शर्मिंदा थी कि जानवी के बारे में जाने क्या क्या सोच बैठी थी और वह क्या निकली. അപ്പൊ എന്താണ് ഇനി അവിടെ കഥാകാരിയാണ്. ഞാൻ മൻ ഷർമിദ തീ എന്ന് വെച്ചാൽ മനസ്സിൽ ഇങ്ങനെ നാണിച്ചു. കി എന്തുകൊണ്ടാണ്, ജാൻവിക്കെ ബാരേമേ ജാനേ ക്യാ ക്യാ സോച്ച് ബൈറ്റി തീ. അപ്പോൾ അവൾ ഇരുന്നപ്പോൾ എന്താണ്, അവൾ മോഡേൺ, ചെവിയിൽ ബ്ലൂടൂത്ത് ഒക്കെ വെച്ചിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു പരിഷ്കാരി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു കഥാകാരി അല്ലേ. അപ്പോൾ ഇവർക്ക് മനസ്സിൽ വിഷമം തോന്നി, അയ്യോ ഞാൻ ഇവളെ അവളുടെ ബാഹ്യരൂപം കണ്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചു, അവൾ ഇങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു. പക്ഷെ അതെൻ്റെ തെറ്റാണല്ലോ, അങ്ങനെയല്ല, ശരിക്കും അവൾ യഥാർത്ഥത്തിൽ ഞാൻ ചിന്തിച്ചതുപോലെ അല്ലല്ലോ എന്ന് കണ്ട് അവൾ മനസ്സിൽ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നതാണ് ആ ഒരു സന്ദർഭം പറയുന്നത്. ഓക്കെ, ബാരേമേ ജാനെ ക്യാ ക്യാ സോച്ച് ബൈറ്റ്. ഞാൻ ഇവളെക്കുറിച്ച് എന്തൊക്കെയൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വഹ് ക്യാ നികലി. പക്ഷേ അവൾ എന്തായി തീർന്നു എന്നും ഓർത്ത് നാണിച്ചു, മനസ്സിൽ നാണിച്ചു, ലജ്ജിച്ചിരിക്കുവാണ്. ഖുദ് കോ ബൗന മഹസൂസ് കർ രഹി തി ഉസ്കെ ആകെ. അപ്പോൾ ഉസ്കെ ആകെ എന്ന് വെച്ചാൽ അവളുടെ മുന്നിൽ. അപ്പോൾ അവളുടെ മുന്നിൽ എന്താണ്, ഈ കഥാകാരി ഒന്നുമല്ലാതെ, അവളുടെ മുന്നിൽ ഒന്നുമല്ലാത്ത അല്ലെങ്കിൽ വളരെ നിസാരയാണെന്ന് കഥാകാരിക്ക് തോന്നി. എന്ന് വെച്ചാൽ അത്രയും ഒരു വലിയ മനസ്സുള്ള ജാൻവിയുടെ മുന്നിൽ കഥാകാരി ഒന്നുമല്ലാതായി തീർന്നു എന്ന് കഥാകാരിക്ക് തോന്നി. ദൂസരി ഓർ ഖുഷ്ഫി തി. അപ്പോൾ പക്ഷേ വേറൊരു കാര്യത്തിൽ സന്തോഷം ഉണ്ടായിരുന്നു. കി ഉസ്കെ ബാരേമേ മേരെ സാരേ ദാവേ ചൂട്ടേ സാബിത് ഹുയേ. എന്തുവാണ്, അവളെക്കുറിച്ചുള്ള ഊഹങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞതിൽ കഥാകാരിക്ക് സന്തോഷം തോന്നി. അപ്പോൾ ഉസ്കെ ബാരേമേ എന്ന് വെച്ചാൽ അവളെക്കുറിച്ച്, മേരെ സാരേ ദാവേ അവളെക്കുറിച്ചുള്ള അവളുടെ മൊത്തം ധാരണകളും ചൂട്ടേ സാബിത് ഹുയേ എന്ന് വെച്ചാൽ തെറ്റാണെന്ന് അല്ലെങ്കിൽ കള്ളമാണെന്ന് തെളിഞ്ഞതിലുള്ള ഒരു സന്തോഷവും കഥാകാരിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കഥ. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ, മനസ്സിലായില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ ഗുണപാഠം മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഒരാളുടെ ബാഹ്യരൂപമോ അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റവും കണ്ടിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അവരെ അടുത്തറിയണം അല്ലേ. അവരെ എങ്ങനെയാണെന്ന് പുറമേ നിന്ന് വിലയിരുത്തരുത്, നമ്മൾ അടുത്തറിഞ്ഞ് വേണം അവരെ വിലയിരുത്താൻ എന്നുള്ള ഒരു ഗുണപാഠമാണ് ഇതിനകത്ത് തരുന്നത്. ഓക്കെ, അപ്പം നിങ്ങളും പഠിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഓരോ ലൈൻ ബൈ ലൈൻ മീനിങ് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കാരണം എക്സാമിന് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പോർഷൻ എടുത്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണമെങ്കിൽ എല്ലാ ലൈനും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എക്സാം ഫോക്കസിൽ വരുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ്, പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ സോൾവ് ചെയ്യാം. വൺസ് അഗൈൻ ഞാൻ വീണ്ടും പറയാണ്, എൻ്റെ ചെറിയ സ്ഥാപനമായ ബ്രില്യൻസ് അക്കാഡമി തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ചെമ്പൂരിലെ LMS HSS ചെമ്പൂർ സ്കൂളിന് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളും ഈ ലൊക്കാലിറ്റിയുടെ അടുത്തുള്ളവരാണ് അല്ലെങ്കിൽ നല്ലൊരു ട്യൂഷൻ സെൻറ്റർ സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ സ്ഥാപനം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ജാർവി സൈനിങ് ഓഫ്.